ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. 96 തത്വങ്ങൾ എന്ന പരമ്പരയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അന്ധക്കരണങ്ങൾ എന്നുള്ളത്. നമ്മൾ ഇന്നലെ ഇന്ദ്രിയങ്ങളെ കുറിച്ച് സംസാരിച്ചു, തന്മാത്രകളെ കുറിച്ച് സംസാരിച്ചു. ഈ ഇന്ദ്രിയങ്ങൾ എന്നുള്ളത് പുറത്തുള്ള പരിസരവുമായിട്ടുള്ള നമ്മുടെ ഇടപെടലിന്റെ സെൻസേഴ്സ് ആണ് എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഇപ്പോ അകത്തുള്ള സെൻസേഴ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് ഇങ്ങനെ: ദി അന്ധകരണ കറസ്പോണ്ട്സ് ബിറ്റ്വീൻ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സിസ്റ്റംസ്. ഒരു ശരീരം ധർമ്മനിർവഹണാർത്ഥം ആന്തരിക വ്യവസ്ഥാ സംവേദനങ്ങൾ സ്വീകരിക്കുന്ന ഇന്ദ്രിയമാണ് അന്ധകരണം. ശരീരത്തോടുള്ള ബാഹ്യദിശാ സംവേദനത്തിലെ നിശ്ചയാവസ്ഥയിൽ സത്വഗുണ ബുദ്ധിയായും സംശയാവസ്ഥയിൽ രജോ ഗുണ മനസ്സായും സ്വത്വാവസ്ഥയിൽ തമോ ഗുണ അഹങ്കാരമായും സ്മരണാവസ്ഥയിൽ സർവഗുണ ചിത്തമായും അന്ധകരണങ്ങൾ പ്രകടമാകുന്നു. ഇവിടെ ശരീരത്തെ ഇന്ദ്രിയങ്ങളും, ഇന്ദ്രിയങ്ങളെ മനസ്സും, മനസ്സിനെ അഹങ്കാരവും, അഹങ്കാരത്തെ ബുദ്ധിയും, ഇവയോരോന്നിന്റെയും സഹജ സിദ്ധ സ്മരണകളെ ചിത്തവും നിയന്ത്രിക്കുന്നു. ശരീരത്തിൽ നിന്നുമുള്ള ആന്തരിക ദിശാ സംവേദനത്തിലാകട്ടെ വിവേകമായി ബുദ്ധിയും, വിവേചനമായി മനസ്സും, പ്രതിരോധമായി അഹങ്കാരവും, ധാരണയായി ചിത്തവും പ്രകടമാകുന്നു. ഈ ആന്തരിക ബാഹ്യ സംവേദനങ്ങളാണ് ശരീരത്തിന്റെ ധർമ്മനിലകളെ നിർണയിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ പറയാൻ കാര്യം. അന്ധക്കരണങ്ങൾ ആന്തരിക നിലകൾ എന്നും നമുക്കതിനെ വ്യാഖ്യാനിക്കാം. ആന്തരിക നിലകൾ എന്താണ്? ഈ ആന്തരിക നിലകൾ അകത്തുനിന്നും പുറത്ത് എന്ത് സംഭവിക്കണം എന്നുള്ള സൂചനകൾ തരുന്നത് ഈ അന്ധകരണങ്ങളാണ്. അതിനെ നമ്മൾ ഇന്നലെ സംസാരിച്ച ഗ്രാഹികൾ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എടുക്കാം. എന്താണ് ഈ ഗ്രാഹികൾ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്? രണ്ട് വ്യവസ്ഥാതനങ്ങൾ, ഉപരിവ്യവസ്ഥയും ആന്തരിക വ്യവസ്ഥയും തമ്മിൽ, അല്ലെങ്കിൽ സഹവ്യവസ്ഥയും ഈ വ്യവസ്ഥയും തമ്മിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ സംവേദനം നടക്കുന്ന സമയത്ത് ആ വരുന്ന സംവേദനത്തെ സ്വീകരിക്കാനുള്ള ഗ്രാഹിയാണ് ഇന്ദ്രിയമെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. അപ്പോ ഒരു ശരീരം അതിന്റെ ധർമ്മം നിർവഹിക്കുന്നത് ഉറപ്പായിട്ടും ബാഹ്യ പശ്ചാത്തലത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനനുസരിച്ചാണ്. പക്ഷെ അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം, ഒരു ചോദന ഉണ്ടാകുന്നത് അകത്തു നിന്നാണ്. അകത്തു നിന്നും ഈ ഒരു ചോദന ഉണ്ടാകുന്ന സമയത്ത് അത് തിരിച്ചറിയുന്ന, അകത്തെ ചോദനകളെ പുറത്തേക്ക് എത്തിക്കുന്ന സംവേദകങ്ങളാണ് ഈ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവയാണ്, ആ മൊത്തം ഇന്ദ്രിയങ്ങളെയാണ് അന്ധക്കരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ധർമ്മത്തെ വെളിവാക്കാൻ വേണ്ടി അകത്തു നിന്നും വരുന്ന സംവേദനം, അത് ഗ്രഹിക്കുന്ന സംവിധാനം, ഇതിനെയാണ് അന്ധക്കരണം എന്ന് പറയുന്നത്. ഇനി അകത്തുനിന്ന് മാത്രമാണോ? അല്ല, പുറത്തുനിന്നും വരുന്നവയും പുറത്തുനിന്നും ശരീരത്തിനകത്തേക്ക് വരുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതും ഈ അന്ധകരണമാണ്. അപ്പോൾ അകവും പുറവും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇന്ദ്രിയങ്ങളാണ് അന്ധകരണങ്ങൾ എന്ന് ആദ്യം മനസ്സിലാക്കുക. വിശപ്പ് വന്നു, ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കണ്ടു, തനിക്ക് വേണ്ടതാണെങ്കിൽ സ്വീകരിക്കണം. ഈ രണ്ട് കോണ്ടെക്സ്റ്റിലും വിശപ്പ് വന്നു എന്നുള്ള അകത്തുനിന്നും വരുന്ന സന്ദേശം, ഭക്ഷണം കണ്ടു അതിനോട് താല്പര്യം തോന്നി എന്നുള്ളത് പുറത്തു നിന്നും വന്ന സന്ദേശമാണ്. ഇവയെ തമ്മിൽ ക്ലബ് ചെയ്യിക്കുന്ന, അല്ലെങ്കിൽ ഈ രണ്ട് പ്രോസസ്സിനെയും നടത്തുന്നതാണ് അന്ധകരണം എന്ന് പറയുന്നത്. അതിന് നമ്മളത് എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പോ ശരീരത്തിന് ബാഹ്യദിശയിൽ, അതായത് വെളിയിലേക്ക് പോകുന്ന ആ ഒരു ഡിറക്ഷനിൽ, ഇപ്പൊ പുറത്തുനിന്നും അകത്തേക്കും വരാം, അകത്തുനിന്നും പുറത്തേക്ക് വരാം. നമുക്ക് മനസ്സിലായി, രണ്ട് ഡിറക്ഷൻ ഉണ്ട്, പുറത്തുനിന്നും അകത്തേക്കും അകത്തുനിന്നും പുറത്തേക്കും. അപ്പോ അകത്തു നിന്നും പുറത്തേക്ക് പോകുന്ന ആ സംവേദനത്തില്, ശരീരത്തോടുള്ള ബാഹ്യദിശാ സംവേദനത്തില് നിശ്ചയാവസ്ഥയിൽ, നിശ്ചയം എന്ന് വെച്ചാൽ ഇതാണ് വേണ്ടത്, സംശയമൊന്നുമില്ല,
ഇപ്പൊ ഭക്ഷണം, വിശക്കുന്നു, ഭക്ഷണം വേണം. ഭക്ഷണം കഴിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒരു വിഷയമായിട്ട് എടുക്കാതെ വിശക്കുന്നു എന്ന ആ ഒരു ചോദന കൃത്യമായിട്ട് വെളിയിലേക്ക് പോകുന്നു. അതിന് വഴിതിരിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് ശുദ്ധമായിരിക്കും. അതാണ് സത്വഗുണം എന്ന് പറയുന്നത്. സത്വഗുണത്തോടു കൂടിയ ആ ഒരു വികാരമായിരിക്കും ആ നിശ്ചയാവസ്ഥയിൽ ഉണ്ടാവുക. ഇതാണ് വേണ്ടത് എന്ന് ഒരു നിശ്ചയമുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ബുദ്ധി എന്ന് പറയും. ഇവിടെ ബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ ഒളിമ്പസിൽ സാധാരണ പറയുന്ന ബോധമുണ്ടല്ലോ, ആ ബോധത്തെയാണ് ഇവിടെ ബുദ്ധി എന്ന് പറയുന്നത്. ബോധത്തിന്റെ വിവിധ അവസ്ഥാതലങ്ങൾ നമ്മൾ അവബോധം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിലെ സഹജമായും ശിക്ഷിതമായും നമ്മൾ വന്നു ചേർന്ന ആ അവബോധത്തെയാണ് ഇവിടെ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോ സത്വഗുണ പ്രധാനമായിട്ടുള്ള ആ ബുദ്ധി എന്ന് പറയുന്നത് നിശ്ചയാവസ്ഥയിൽ ഉണ്ടാവും. അതിന് സന്ദേഹമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്നൊന്നുമില്ല. ഇത് വേണം, ഭക്ഷണം വേണം, ഭക്ഷണം വേണം, അത്രയേ ഉള്ളൂ. അപ്പോ സത്വഗുണ പ്രധാനമാണ്, അത് ബുദ്ധി എന്നുള്ള രീതിയിൽ വെളിപ്പെടും. അപ്പൊ ബുദ്ധി ഒരു അന്ധകരണമാണ്, അല്ലെങ്കിൽ ആന്തരിക നിലയാണ്, അല്ലെങ്കിൽ ആന്തരിക ഇന്ദ്രിയമാണ്. ഓക്കെ. 2, അതു വേണോ ഇത് വേണോ, വിശക്കുന്നു, ഭക്ഷണം കഴിക്കണോ, അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് കഴിക്കണോ, വീട്ടിൽ നിന്ന് കഴിക്കണം, അല്ലെങ്കിൽ ചോറ് കഴിക്കണോ, കഞ്ഞി കഴിക്കണം എന്ന ആ സംശയാവസ്ഥയാണ്. ആ സംശയാവസ്ഥയിൽ അപ്പോ അവിടെ ഒരു ഡിപ്ലോമസി ആവശ്യമാണ്. ഇതല്ലെങ്കിൽ അത്, അതല്ലെങ്കിൽ ഇത് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന രീതിയിലുള്ള ഒരു വിചാരം, ഒരു വിചാരം, ഒരു ആസൂത്രണം അവിടെ ആയിട്ട് വരും. ആ ഡിപ്ലോമസി വേണ്ടി വരുന്നതുകൊണ്ടാണ് അതിന്റെ രജോ ഗുണപ്രധാനമാണ് എന്ന് കണക്കാക്കുന്നത്. അപ്പോ രജോ പ്രധാനമായിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ ആ സന്ദേഹത്തെ തീർക്കുന്നത് എന്തോ അതിനെയാണ് മനസ്സെന്ന് പറയാം. അപ്പോ സത്വഗുണ പ്രധാനമാണ് ബുദ്ധി, അതിന് വഴിതിരിവുകളില്ല. പക്ഷെ ഇവിടെ വഴിതിരിവുണ്ട്, അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള യൗക്തികമായിട്ടുള്ള ഒരു ഭേദം, വിഭ്രംശം ഉണ്ടാക്കുന്നുണ്ട്, വിശകലനം ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രക്രിയ നയതന്ത്ര പ്രധാനമായിട്ട് ചെയ്യുന്നത് കൊണ്ട് രജോ ഗുണം ആയ മനസ്സാണ് രണ്ടാമത്തെ സാധനം. ഇനി 3, സ്വത്വാവസ്ഥയിൽ. സ്വത്വം, ഞാൻ ഇതാണ്, ഞാൻ സവിശേഷമായതാണ്, ഞാൻ ഇന്നലെ ഇവിടെ രാജാവായതാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇത് നേടിയതാണ്. അങ്ങനെയുള്ള എന്റെ സ്വത്വമുണ്ടല്ലോ, ഞാൻ എന്താണെന്നുള്ള എനിക്കറിയാവുന്ന അറിവ്, എന്റെ പ്രൈഡ് എന്ന് പറയുന്ന ഒരവസ്ഥ, അഭിമാനം എന്ന് പറയുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിലെ പ്രത്യേകത എന്താ? ഞാൻ മാത്രമേ ഉള്ളൂ ലോകത്ത്, മറ്റുള്ളവയൊന്നും എനിക്ക് പ്രസക്തമല്ല എന്നുള്ളൊരവസ്ഥയുണ്ട്. അത് തമോ ഗുണമാണ്. സമഗ്രമായിട്ട് കാണാൻ കഴിയുക എന്ന് പറയുന്നത് തമോ ഗുണമാണ്. ആ തമോ ഗുണ പ്രധാനമായിട്ടുള്ള ഒരു അവസ്ഥയെ ഇവിടെ അഹങ്കാരം എന്നാണ് പറയുന്നത്. ഒളിമ്പസ് ഇങ്ങനെയേ അല്ല അതിനെ പറയുന്നത്. ഇവിടെ 96 തത്വങ്ങളിൽ അഹങ്കാരം എന്നാണ് അതിനെ പറയുക. അപ്പോ ഈ സ്വത്വം എന്ന് പറയുന്നത് ഇവിടെ ഇതാണ്. നമ്മുടെ സ്വാഭിമാനം എന്നുള്ളൊരു അവസ്ഥയാണ്. ഞാനാണ് അവിടുത്തെ മുഖ്യ ഹേതു, ഞാനാണ് അവിടെ മുഖ്യ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ആ ഞാൻ എന്ന് പറയുമ്പോൾ തന്നെ അത് തമോ ഗുണമായി. കാരണം സമഗ്രമല്ല, റിഡക്ഷനിസ്റ്റ് ആണ്, റെഡ്യൂസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളിൽ നിന്നും വിച്ഛേദിതമായി ഞാൻ എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് അഹങ്കാരം എന്ന് പറയും. അപ്പൊ ഇത് സാധാരണ രീതിയിൽ ഇത് യോഗശാസ്ത്രമൊക്കെ പറയുന്ന ഈ 3 എന്നാലും വൈദിക സമ്പ്രദായവും മറ്റേ ഒക്കെ ഇതിനെ എണ്ണം കൂട്ടുന്നുണ്ട്. സിദ്ധ സമ്പ്രദായം ഇതിനും അപ്പുറത്തേക്ക് പറയുന്നുണ്ട്. അപ്പോ നമ്മളിവിടെ 4 കുറിച്ചാണ് ഇവിടെ ഈ 96 തത്വങ്ങളിൽ നമ്മൾ ഈ മണിയേട്ടൻ പറഞ്ഞത് പ്രകാരം നമ്മൾ കൂട്ടുന്നത്. 4ാമത്തേത് സ്മരണാവസ്ഥ, അതായത് ഇതിനു മുമ്പുണ്ടായ അനുഭവങ്ങളെ ഓർത്തു വെച്ചിട്ടുണ്ട്. അപ്പോ ഇന്നലെ കഞ്ഞി കുടിച്ചപ്പോൾ അതിന് ഉപ്പില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇന്ന് ഉപ്പില്ലാതെ വേണ്ട എന്നൊരു തീരുമാനം എടുക്കണമെങ്കിൽ ഈ ഉപ്പില്ലാതെ ഇന്നലെ കുടിച്ചപ്പോൾ ഉണ്ടായ അരുചി എന്റെ സ്മരണയിൽ ഉണ്ടായിരിക്കണം. അപ്പോ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോ ഉള്ളിൽ സർവഗുണത്തോടു കൂടിയുള്ള ഒരു സ്മരണ നമ്മുടെ ഉള്ളിൽ ഉണർന്നുകൊണ്ടാണ് ഈ നിശ്ചയം എങ്ങനെ പോകണമെന്ന് പോലും തീരുമാനിക്കുന്നത്. ബുദ്ധിയുടെ ഘടകം എങ്ങനെ പ്രവർത്തിക്കണം, മനസ്സിന്റെ ഘടകം എങ്ങനെ പ്രവർത്തിക്കണം, അഹങ്കാരം എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനൊക്കെ ഹേതുവാകുന്നത് ഇതിന്റെ പുറകിലുള്ള ഒരു ഡേറ്റാബേസ് ആണ്. എന്നുവെച്ചാൽ അത് സ്മൃതിയാണ്, അല്ലെങ്കിൽ സ്മരണയാണ്, ഓർമ്മയായിട്ട് നിൽക്കുന്നത്. ഇതിനെയാണ് നമ്മൾ സാധാരണ ചിത്തം എന്ന് പറയും. യോഗശാസ്ത്രത്തിൽ ഇതിന് ചിത്തം എന്ന് പറയുന്നതിന് വരുമ്പോൾ ഇതിന്റെ ആകത്തുകയെ ഈ കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ചിത്തം എന്ന് വിളിക്കാറുണ്ട്. പക്ഷെ ഇവിടെ
ഈ 4 തിരിച്ചിട്ടുള്ളതിൽ 4-മത്തേത് ഇവയുടെ എല്ലാം ബാക്ക് ബോൺ ആയിട്ട് വരുന്ന ചിത്തം എന്നുള്ളൊരവസ്ഥയാണ് വരുന്നത്. അപ്പോ സംശയം ഇല്ലാതെ നിശ്ചയത്തോടു കൂടി പോകുന്നത് ബുദ്ധി, സംശയത്തോടു കൂടി അത് വേണോ ഇത് വേണോ എന്ന് യൗക്തിക പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് മനസ്സ്, അതുപോലെ തന്നെ സ്വാഭിമാനത്തിൽ ഊന്നിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് അഹങ്കാരം, അതുപോലെ തന്നെ ഇവയുടെ ബാക്ക് ബോൺ ആകുന്ന സ്മരണാർത്ഥം പ്രവർത്തിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ചിത്തം എന്ന് പറയുന്നത്. ഇവിടുത്തെ ആ ഒരു സീക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ നമ്മുടെ ശരീരമുണ്ടല്ലോ, ശരീരത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടോട്ടൽ പ്രോസസ് നടക്കുന്നത്. ശരീരത്തെ ഇന്ദ്രിയങ്ങളാണ് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെ? ശരീരത്തിന് എന്തു വേണം എന്തു വേണ്ട എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശരീരത്തെ ഇന്ദ്രിയമാണ് ഇടപെടുന്നത്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കും. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് മനസ്സാണ്. ഇന്ദ്രിയങ്ങൾ എങ്ങനെ പോകുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ മനസ്സ് ഇന്ദ്രിയത്തിനാൽ കണക്റ്റഡ് ആണ്. ഈ മനസ്സിനെ നിയന്ത്രിക്കുന്നത് എന്താ? എനിക്കിത് വേണം എനിക്കത് വേണം എന്നുള്ളത് നിയന്ത്രിക്കുന്ന അഹങ്കാരമാണ്. ഈ അഹങ്കാരത്തെ നിയന്ത്രിക്കുന്നത് ബുദ്ധിയാണ്. അപ്പോ ഈ ഒരു സീക്വൻസിൽ ഈ 4 കാര്യങ്ങളുടെയും സഹജവും സിദ്ധവുമായ സ്മരണകള് ഈ 4 കാര്യത്തിനും, അതായത് നമ്മുടെ ശരീരത്തിന്, ഇന്ദ്രിയത്തിന്, മനസ്സിന്, അഹങ്കാരത്തിന്, ബുദ്ധിക്ക്, ഇവയ്ക്കൊക്കെ തന്നെ ജന്മസിദ്ധമായ ഓർമ്മകൾ ഉണ്ടായിരിക്കും. എന്നുവെച്ചപ്പോ ജനിച്ച കുട്ടി പാല് കുടിക്കണം എന്ന് കരുതുന്നത് ജന്മസിദ്ധമായിട്ടുള്ള സ്മരണയാണ്, സഹജ സ്മരണയാണ്. ഇനി ജീവിതം കൊണ്ട് സിദ്ധിച്ച സ്മരണ ഉണ്ടാവും, അതാണ് ആർജിച്ചത്. നമ്മുടെ ശിക്ഷണം കൊണ്ട്, പരിശീലനം കൊണ്ട്, ശീലിച്ചത് കൊണ്ട്, ഞാൻ ഈ വീട്ടിൽ ജനിച്ചത് കൊണ്ട് ഞാൻ എല്ലാ ദിവസവും ബിരിയാണി തിന്നാൻ ശീലിച്ചു എന്ന് പറയുന്നത് സിദ്ധസ്മരണയാണ്, നമ്മൾ സിദ്ധിച്ചതാണ്. മറ്റേത് സഹജമാണ്, എനിക്ക് പാല് വേണം എന്നുള്ളത് സഹജമാണ്. അപ്പോ സഹജ സിദ്ധ സ്മരണകളെ ചിത്തവും നിയന്ത്രിക്കുന്നു. അപ്പോ ഈ ശരീരം മുതൽ, ഇന്ദ്രിയം മുതൽ, മനസ്സ് മുതൽ, അഹങ്കാരം മുതൽ, ബുദ്ധി മുതൽ ഇതിനെയെല്ലാം ഈ സ്മരണകൾ നിയന്ത്രിക്കുന്നുമുണ്ട്. അപ്പൊ ഈ ഒരു ഓർഡറിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൺട്രോൾ വരുന്നത്. അപ്പൊ ഞാനീ പറഞ്ഞത് അകത്തു നിന്നും പുറത്തേക്കുള്ള ഒരു ഒഴുക്കിനെ കുറിച്ചാണ്. ഇതേ സമയം പുറത്തു നിന്നുള്ള അകത്തേക്കുള്ള ഒഴുക്കിനെ കൂടെ പരിഗണിച്ചില്ലെങ്കിൽ ഈ ചിന്ത പൂർണ്ണമാവില്ല. അപ്പോ ശരീരത്തിൽ നിന്നുള്ള ആന്തരിക ദിശാ സംവേദനം, അപ്പോ നമ്മൾ അകത്തുനിന്നും പുറത്തേക്ക് പോകുന്നതിനും പുറത്തുനിന്ന് അകത്തേക്ക് ഈ സംവേദനം നടക്കുന്ന സമയത്ത് ആന്തരിക ദിശാ സംവേദനത്തില് ഒരു ആശയം വരുമ്പോ അതിനെ ബുദ്ധി എങ്ങനെയാണ് സ്വീകരിക്കുക? ബുദ്ധി അതിനെ വിവേകം എന്നുള്ള രീതിയിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യും. ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ വിവേകം എന്ന രീതിയിലായിരിക്കും. അങ്ങനെ വേണോ ഇങ്ങനെ വേണോ എന്ന രീതിയിൽ അതിനെ വിശകലനം ചെയ്യുന്ന പരിപാടി വിവേചനം എന്നുള്ള രീതിയിലാണ് മനസ്സ് അതിനെ കൈകാര്യം ചെയ്യുക, മനസ്സ് അതിനെ പ്രകടമാക്കുക. അപ്പോ വിവേകം എന്നുള്ള രീതിയിൽ ബുദ്ധി അതിനെ പ്രകടമാക്കുമ്പോൾ വിവേചനം എന്നുള്ള രീതിയിൽ മനസ്സ് അതിനെ പ്രകടമാക്കും. അതേസമയം ആ വരുന്ന സാധനവും ഞാനും തമ്മിൽ അങ്ങനെ നേരെ ചേർന്ന് പോവില്ല. അതുകൊണ്ട് ഞാൻ അതിനെ ഒരു അകൽച്ചയോടുകൂടി പരിഗണിക്കാം, അല്ലെങ്കിലോ സ്വീകാര്യതയോടുകൂടി പരിഗണിക്കാം എന്ന രീതിയിൽ അതിനെ കണക്കാക്കുന്ന ഈ സ്വാഭിമാനത്തിന്റെ അഹങ്കാരമാണ്. അഹങ്കാരം എടുക്കുന്നത് എന്താണ്? ഏത് രൂപത്തിലാണ് പ്രകടമാവുക? പ്രതിരോധമായിട്ട് പ്രകടമാകും, അല്ലെങ്കിൽ സ്വീകാര്യതയായിട്ട് പ്രകടമാകും, അല്ലെങ്കിൽ പ്രതിരോധമില്ലായ്കയായിട്ട് പ്രകടമാകും. ഇനി അതാണ് അഹങ്കാരം പ്രകടമാകുന്നത്. അതുപോലെ ചിത്തം പ്രകടമാകുന്നത് എങ്ങനെയാണ്? നമുക്കൊരു അനുഭവം ഉണ്ടായി, ഈ അനുഭവത്തെ ഇതാണ് അത് എന്ന രീതിയിൽ ബോധ്യമായി, ധാരണയായി ചിത്തം അവിടെ പ്രകടമാകും. അതായത് വെളിയിൽ നിന്നും ഒരു സംവേദനം വരുന്ന സമയത്ത് ബുദ്ധി വിവേകം എന്നുള്ള രീതിയിൽ അവിടെ പ്രകടമാകും, മനസ്സ് വിവേചനം എന്നുള്ള രീതിയിൽ ഇതോ അതോ വേണ്ടത് എന്ന രീതിയിൽ ഈ സോർട്ടിങ്ങിന്റെ പരിപാടി മനസ്സ് ചെയ്യും. പ്രതിരോധമായിട്ട് നമുക്ക് റെസിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ആ ഇമ്മ്യൂൺ എന്നുള്ള ആ ഒരു അവസ്ഥയിൽ ആണ് അഹങ്കാരം പ്രകടമാവുക. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഈ അനുഭവിച്ച കാര്യങ്ങളെ കുറിച്ചുള്ള ബോധ്യം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ധാരണാവബോധമായിട്ട് ചിത്തവും പ്രകടമാകും. അപ്പോ ഞാൻ 2 ഡിറക്ഷൻ പറഞ്ഞു, അകത്തു നിന്നും പുറത്തേക്ക്, പുറത്തു നിന്നും അകത്തേക്ക്. അകത്തു നിന്നും പുറത്തേക്ക് പോകുന്നത് അല്ല, ഈ 2 കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുന്ന ആ ഒരു ഫാക്കൽറ്റിയാണ്, ആ ഒരു ഫെസിലിറ്റിയാണ്, ആ ഒരു നിലയാണ്, ആ ഒരു ഇന്ദ്രിയാവസ്ഥയാണ് അന്ധക്കരണം എന്ന് പറയുന്നത്. അതില് അകത്തു നിന്നും പുറത്തേക്ക് പോകുന്നത് നിശ്ചയമായിട്ട് പോവുകയാണെങ്കിൽ അത് ബുദ്ധി, നമുക്ക് ഡൗട്ടോടുകൂടി സംശയത്തോടു കൂടി പോവുകയാണെങ്കിൽ മനസ്സ്, അതുപോലെ തന്നെ
സ്വാഭിമാനത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഞാൻ എന്നുള്ളൊരു അവസ്ഥയിൽ നിന്നിട്ട് ആ ഒരു തമോ ഗുണത്തോടു കൂടി പോവുകയാണെങ്കിൽ അഹങ്കാരം. അതല്ല, ഇതിന്റെയൊക്കെ ആധാരമാകുന്ന സ്മരണയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിനു മുമ്പുണ്ടായ അവസ്ഥയെ വെച്ചിട്ടുണ്ട്. സ്മരണ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ആർജിച്ചതും സ്മരണയാകാം, ജന്മസിദ്ധമായതും സ്മരണയാകാം. അത് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നില്ല. മറ്റേ ഗതസ്മൃതി ആഗതസ്മൃതി എന്ന് പറയുന്ന രണ്ടവസ്ഥകളുണ്ട്. അത് ഞാൻ അതിലേക്ക് കയറുന്നില്ല ഇവിടെ. അപ്പോ നമ്മൾ ജനിക്കുമ്പോൾ കിട്ടിയ ആ സ്മരണയും ഈ സ്മരണകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ 4 കാര്യങ്ങൾ, നിശ്ചയം, പിന്നെ സംശയം, പിന്നെ സ്വാഭിമാനം, അതുപോലെ തന്നെ സ്മരണ, ഈ 4 കാര്യങ്ങളാണ് ബുദ്ധി, മനസ്സ്, അതുപോലെ തന്നെ അഹങ്കാരം, അതുപോലെ തന്നെ ചിത്തം എന്നിവ കൈകാര്യം ചെയ്തത്. ഇത് അകത്തേക്ക് വരുമ്പോൾ വിവേകം, വിവേചനം, പ്രതിരോധം, ധാരണ എന്ന രീതിയിൽ അകത്തേക്കും വരും. ഈ 4 രീതിയിൽ 4 ഘട്ടങ്ങളായിട്ടാണ് അന്ധക്കരണങ്ങൾ നിലകൊള്ളുന്നത്. ഈ ആന്തരിക ബാഹ്യ സംവേദനങ്ങൾ, ഇവ ഉപയോഗിച്ചുകൊണ്ടുള്ള ആന്തരിക ബാഹ്യ സംവേദനങ്ങളാണ് ശരീരത്തിന്റെ ധർമ്മത്തിന്റെ നിലകളെ നിർണയിക്കുന്നത്. ശരീരം ഉണ്ടായിട്ടുള്ളത് എന്തിനാ? ധർമ്മം പാലിക്കാനാണ്. ആ ധർമ്മത്തെ നടപ്പിലാക്കുന്നത്, ആ ധർമ്മം പാലിക്കാൻ വേണ്ടിയുള്ള നിരന്തരമായ ഒഴുക്കാണ് ജീവിതം എന്ന് പറയുന്നത്. ആ ധർമ്മപാലനം സാധ്യമാകുന്നത് ഈ ഒരു ആന്തരിക ബാഹ്യ സംവേദനങ്ങൾ കൊണ്ടാണ്. അപ്പോ ആന്തരിക ബാഹ്യ സംവേദനങ്ങളുടെ ധർമ്മപാലനത്തിന്റെ അടിസ്ഥാനപരമായ ഇന്ദ്രിയമാണ് അന്ധക്കരണം എന്ന് പറയുന്നത്. ആ അന്ധക്കരണങ്ങളിൽ ഈ 4 മനസ്സ്, ബുദ്ധി, മനസ്സ്, അഹങ്കാരം, ചിത്തം എന്നീ 4 കാര്യങ്ങൾ. ഞാൻ ഈ സീക്വൻസിലാണ് ഇവിടെ പറഞ്ഞതെന്നുള്ളതുകൊണ്ടാണ് ആ സീക്വൻസ് തന്നെ പറഞ്ഞത്. ഈ 4 കാര്യങ്ങളാണ് അന്ധക്കരണങ്ങൾ എന്ന് പറയുന്നത്. ഇവയാണ് നമ്മുടെ ജീവിത ധർമ്മത്തെ നിർവഹിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ശ്രദ്ധയെ നിങ്ങളുടെ ഈ ഓരോന്നും എവിടെയെല്ലാം പ്രവർത്തിക്കുന്നു എന്ന് നിരീക്ഷിക്കാനുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.